ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വയറ് പറയുന്നതും കൂടി കേൾക്കണം, അല്ലാതെ ബുദ്ധി പറയുന്നത് മാത്രം കേട്ടിരുന്നാൽ ഈ ഒരു പണി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള തേങ്ങാമാങ്ങ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇവിടെ പോകുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ആംബിയൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ ഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കാലെടുത്ത് വെച്ചതും അവിടെ അത്യാവശ്യം നല്ലോണം തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എവിടെ ചെന്നാലും ഫോട്ടോസും വീഡിയോസും എടുക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും കുറേ നേരം വെള്ളം കുടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് അതടാതെ നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നു. ഞങ്ങളെല്ലാവരും സിമ്പിൾ ഐറ്റംസ് മാത്രമാണ് ഓർഡർ ചെയ്തത് ഗൈസ്. അപ്പോൾ അതേ കപ്പ ഉണ്ടായിരുന്നു, പൊതിച്ചോറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. വീട്ടിൽ കപ്പ വെച്ച് തിന്നാത്ത ഞാനാണ് ഈ കപ്പ ഇരുന്ന് വെട്ടി വിഴുങ്ങണത്. അപ്പോൾ അതേ ഞാൻ അവരുടെ എല്ലാവരുടെയും പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി ഓരോന്നായിട്ട് തിന്ന് തുടങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അല്ല ഇവിടുത്തെ സ്പെഷ്യൽ പൊതിച്ചോറ്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഇതാണെടോ ഞാൻ ഓർഡർ ചെയ്ത സാധനം. ഇതാണ് നമ്മുടെ പാൽ പൊറോട്ടയും ബീഫും. അപ്പോൾ ബീഫ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പൊറോട്ട പൊക്കി നോക്കുന്നത് വേറൊന്നുമില്ല, ഇതിൽ പാൽ എവിടെ എന്നാണ്. ഞാൻ തേങ്ങാപ്പാലിന് വലിയ ഫാനൊന്നും അല്ല, എന്നാലും ഒരു കൊതിക്ക് ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ആ കൊതി ഞാനിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നു ഗൈസ്, ആ ഒരു കൊതിയിലേക്ക്. കാരണം ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ രണ്ടാമത്തെ ബൈറ്റും ഞാൻ മൂന്നാമത്തെ നാലാമത്തെ ബൈറ്റ് ഞാൻ ആസ്വദിച്ച് തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതായി ഗൈസ് എൻ്റെ അവസ്ഥ. പിന്നെ അങ്ങനെ വിഷമത്തോടെ ഞാൻ അവിടുന്ന് ബില്ലടിച്ചിറങ്ങി. അപ്പോൾ അത്രയോട്